അതെ, ലൈഫിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ എനിക്കിത് പറയാനുള്ളത്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന അത്ര സുഖമുള്ള കാര്യമൊന്നും ഞാൻ പറയില്ല. മേ ബി ഒരു പരിധി വരെ നമുക്കത് ആസ്വദിക്കാൻ പറ്റിയേക്കാം. ലൈക്ക് ഫുഡ് കഴിക്കുകയാണെങ്കിലും പാട്ട് കേൾക്കുകയാണെങ്കിലും സിനിമ കാണുകയാണെങ്കിലും ഒരു പരിധി വരെ നമുക്കത് ആസ്വദിക്കാം. പക്ഷേ മേ ബി രാത്രിയൊക്കെ ആകുമ്പോൾ ഈ ഏകാന്തതയ്ക്ക് ഇൻറ്റൻസിറ്റി കുറച്ച് കൂടിയേക്കാം. ലൈക്ക് നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഡാ നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. ഞാനിതൊക്കെ പറയുമ്പോൾ ലൈഫിൽ പാർട്ട്നേഴ്സുള്ള ആളുകൾക്ക് മേ ബി ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കോമഡി ആയിരിക്കും, അവർക്കിത് കണക്റ്റ് ആവണമെന്നില്ല. പക്ഷേ ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. നിങ്ങളിൽ പലരും മേ ബി വർഷങ്ങളായിട്ട് തനിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കാം. നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളില്ലായിരിക്കാം, റിലേഷൻഷിപ്പ് ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ വിവാഹം കഴിയാത്ത ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്കിടയിൽ നിൽക്കുമ്പോൾ പോലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഒറ്റ കാര്യമേ പറയുള്ളൂ, അക്സെപ്റ്റ് ദ റിയാലിറ്റി. നിങ്ങൾ തനിച്ചാണ് എന്നുള്ള കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെ, എനിക്ക് മാത്രം ആരുമില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ റിയാലിറ്റിയോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ കുത്തി നോക്കുന്നതിന് തുല്യമായിരിക്കും. മനസ്സിലായോ? ബട്ട് ഐ എം നോട്ട് സെയിങ് യു വിൽ ബി ഫക്കിങ് അലോൺ ഫോർ എവർ. നിങ്ങൾ എഫേർട്ട് ഇടണം. അല്ലാതെ ഒരു മുറിയിൽ തനിച്ചിരുന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ആരെങ്കിലും കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം, പുതിയ ആളുകൾ മീറ്റ് ചെയ്യണം. ചിലപ്പോൾ ഒരുപാട് റിജക്ഷൻസ് ഉണ്ടായേക്കാം, പക്ഷെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫിൽ ഗ്രോ ചെയ്യാനും നിങ്ങൾ ശ്രമിക്കണം. മനസ്സിലായോ?